LDC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഒരു റാങ്ക് ഫയൽ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ടാലൻറ്റിൻ്റെ മേടിച്ചു. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല, ഞാൻ വാങ്ങിച്ചത് ജസ്റ്റ് കാണിക്കുന്നു എന്നേ ഉള്ളൂ. കുറേ പേര് ഡൗട്ട് അടിച്ചിരിക്കുമല്ലോ ഏതാ വാങ്ങിക്കേണ്ടത്, എനിക്കും അങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെയും ടാലൻറ്റിൻ്റെ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് ടാലൻറ്റിൻ്റെ അങ്ങ് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ 4 ബുക്കായിട്ടാണുള്ളത്, 4 വോളിയമാണ്. ഓക്കെ, 4 വോളിയൂംസ് ഉണ്ട്. ഇത് അങ്ങനെയാണ് വരുന്നത്. വോളിയം 1 ആണ്. ഇവിടെ ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫിയാണ് മെയിനായിട്ടുള്ളത്. ഇതാണ് വോളിയം 2. ഇതിൽ കേരള ജോഗ്രഫി, എക്കണോമിക്സ്, കേരള ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ബയോളജി ഒക്കെയാണ് ഇതിനകത്തുള്ളത്. വോളിയം 3ൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി ഉണ്ട്. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, IT ഇത്രയുമാണ് ഇതിനകത്തുള്ളത്. ഇത് വോളിയം 4 ആണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആക്ട്, കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ് ഒക്കെയാണ് ഇതിനകത്തുള്ളത്. നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. വോളിയം 1ൻ്റെ കണ്ടൻറ്റുകൾ നോക്കാം. അപ്പം ആദ്യം തന്നെ സിലബസ് ഫുള്ള് ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ സിലബസാണ് കൊടുത്തേക്കുന്നത്. സിലബസ് പ്രിൻ്റ് എടുക്കാത്തവർക്ക് ബുക്കിൽ നിന്ന് തന്നെ നോക്കാം. പിന്നെ നമ്മുടെ ഹിസ്റ്ററിയുടെ ഫുൾ ഇൻഡെക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ചരിത്രത്തിനകത്തുള്ള ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ട്. ഇതെല്ലാം ഉണ്ട് കേട്ടോ, ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഉള്ളിലത്തെ പേജുകൾ ഇങ്ങനെയാണ്. ഫുൾ കാണിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഇടയ്ക്കുന്ന എനിക്ക് തോന്നുന്നത് 2-3 പേജുകൾ മാത്രമാണ് കാണിക്കുന്നത്. ഇത് വോളിയം 2 ബുക്കാണ്. അപ്പോൾ ഇതിനകത്തുള്ളതും ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നവർ വാങ്ങിക്കുക, അല്ല വേറെ ബുക്കുകൾ തോന്നുന്നവർ അത് വാങ്ങിക്കുക. എനിക്ക് മുന്നേ ടാലൻറ്റിൻ്റെ മേടിച്ച എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ ടാലൻറ്റിൻ്റെ 12th പ്രിലിംസിന് ഈ ബുക്ക് ഞാൻ മേടിച്ചതാണ്. അപ്പം ഞാൻ ഈ ഒറ്റ ബുക്ക് മാത്രമേ പ്രിലിമിനറിക്ക് പഠിച്ചുള്ളൂ, വേറെ ഒന്നും പഠിച്ചില്ല. 1 മാസം എനിക്ക് കിട്ടിയുള്ളൂ. ആ 1 മാസം ഈ ബുക്ക് മൊത്തം പഠിച്ചിട്ടാണ് എക്സാം എഴുതിയത്. അങ്ങനെ പാസ്സായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് വാങ്ങിച്ചത്. ഇത് മൂന്നാമത്തെയാണ്. ഇതൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറഞ്ഞത് എന്തുകൊണ്ടാണ് ടാലൻറ്റ് വാങ്ങിച്ചതെന്നുള്ളത് കൊണ്ട് മാത്രം പറയുന്നതേ ഉള്ളൂ. അപ്പം എല്ലാ ടോപ്പിക്കും കുറച്ചൊക്കെ ഞാൻ എല്ലാം ഒന്നുമില്ല, കുറച്ചൊക്കെ കൊടുക്കാൻ പറ്റുന്ന അത്രയും കൊടുത്തിട്ടുണ്ട്. അപ്പം അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോൾ, അതുകൊണ്ട് കുറച്ച്. അപ്പം ഇതൊക്കെയാണ്. ഇതൊക്കെ കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നവർ വാങ്ങിക്കുക. പിന്നെ എനിക്ക് എൻട്രിയുടെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, കാരണം എൻട്രിയുടെ ഹൈബ്രിഡ് അല്ലേ, എല്ലാം കൂടെ ഒന്നിച്ചാണ്. അപ്പോൾ ആ ഒരൊറ്റ ഒരെണ്ണം മതി എന്നൊരു വിശ്വാസമായിരുന്നു. പിന്നെ എന്താ മാറ്റിയെന്ന് വെച്ചാൽ ചിലപ്പോൾ ഫുൾ എനിക്ക് പറ്റുന്നതിനേക്കാളും കൂടുതൽ കണ്ടൻറ്റ് അതിനകത്ത് വന്നേക്കാം. അത് മാത്രമല്ല അത് എല്ലാ എക്സാമിനും കൂടെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ്. അപ്പം നിറച്ചും അതിനകത്ത് കണ്ടൻറ്റുകളുണ്ടാവും. യൂസ്ഫുൾ ആയിരിക്കും ഉറപ്പായിട്ടും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ സമയം കൊണ്ട് അതെല്ലാം കൂടെ അത്യാവശ്യം വിവരമുള്ളവർക്കാവുമ്പോൾ അത് കാണുമ്പോൾ അറിയാം ഏതൊക്കെ എക്സാമിന് ഏതൊക്കെ പഠിക്കണം എന്നുള്ളതാണ്. പക്ഷേ എനിക്കത് അത്രയും അങ്ങോട്ട് വിവരമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിക്കാഞ്ഞത്. ഒത്തിരി കണ്ടൻറ്റ് എന്തായാലും ഉണ്ടാവുമല്ലോ, കാരണം ഡിഗ്രി ലെവൽ എക്സാമിന് നമുക്കിപ്പോൾ ഒരു LDC ലെവൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ എന്താ പറയുക, ഡൗട്ട് അടിച്ചിരിക്കുന്നവർക്ക് ഇത് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ബുക്ക് സ്റ്റോളൊക്കെ അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി നോക്കിയിട്ട് നല്ലത് നോക്കിയിട്ട് വാങ്ങിക്കുക. എനിക്കിപ്പോൾ അതിനുള്ളൊരു പ്രൊവിഷൻ ഇല്ലാത്തത് കൊണ്ട് ഓർഡർ ചെയ്തതാണ്. റീപ്ലേസ്മെൻറ്റ് ഉള്ളത് നോക്കിയാണ് ഓർഡർ ചെയ്തത്. ഇൻ കേസ് നമ്മുടെ സിലബസ് ഫുൾ കവർ ചെയ്യാത്ത രീതിയിലാണെങ്കിൽ തിരിച്ചു കൊടുക്കാമല്ലോ. പിന്നെ റാങ്ക് ഫയൽ തന്നെ വെച്ച് പഠിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകൾ ഇപ്പം തന്നെ ഉണ്ട്, എല്ലാ കണ്ടൻറ്റുകളും കൊടുക്കുന്ന ചാനലുകളുണ്ട്. അപ്പോൾ അത് നോക്കി പഠിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ പഠിച്ചാലും ഒരു കുഴപ്പമില്ല. ചിലർക്ക് കേട്ട് പഠിച്ചാലൊക്കെ എളുപ്പം പറ്റുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചാലും നമ്മളെങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിനെക്കാട്ടിലും നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതാണ് എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം റാങ്ക് ഫയൽ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, അല്ലാതെ പഠിക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ഇപ്പം ഞാൻ വാങ്ങിച്ചത് ഞാൻ ജസ്റ്റ് കാണിച്ചത്, കാരണം എൻ്റെ ഫ്രണ്ട്സ് തന്നെ പലവരും ചോദിക്കാറുണ്ട് ഏത് റാങ്ക് ഫയലാണ്, കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്കിത് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുമെങ്കിൽ വാങ്ങിക്കുക, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ പ്രൊമോഷനൊന്നും ചെയ്യുന്നില്ല. പിന്നെ ലക്ഷ്യയുടെ ആയാലും നല്ല റാങ്ക് ഫയൽ നല്ല റിവ്യൂസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ ടാലൻറ്റ് തന്നെ ഉപയോഗിച്ചിരുന്ന ഒരാളായതുകൊണ്ട് ഞാനത് വാങ്ങിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എൻട്രിയുടെ ഞാൻ പറഞ്ഞ പോലത്തെ റാങ്ക് ഫയൽ അതും നിങ്ങൾ നോക്കുക. അപ്പോൾ അത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ റാങ്ക് ഫയൽ മതി എല്ലാ എക്സാമിനും കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളത് വാങ്ങിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.